ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ, ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാണ്. ദേ, ഈ ഇരിക്കുന്നതാണ് എന്റെ അനിയൻ. ആള് രാവിലെ പണി തുടങ്ങി. അമ്മയുടെ കണ്ണു വെട്ടിച്ച് ആരോ കണ്ട് പകുതിയായ സിനിമയും കണ്ട് പ്രാർത്ഥിക്കാനായി പോവാ. കർത്താവേ, ഈ വീഡിയോ കാണുന്നവർക്കും കാണാൻ പോകുന്നവർക്കും ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രം ഉണ്ടാകണേ. ലേറ്റാണ്, സൺഡേ ആയതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്റെ പിന്നിലുള്ള എന്റെ അമ്മയുടെ ബ്രദറിന്റെ കൈകളിലാണ് കേട്ടോ ഇന്നത്തെ വ്ലോഗ്. ഇവിടെ ആരും ഇല്ലേ? എന്തോ കാര്യമായിട്ട് മണക്കുന്നുണ്ടല്ലോ. ചിക്കൻ ബിരിയാണി. ഇന്ന് എന്റെ അമ്മയുടെയും സിസ്റ്ററിന്റെയും കുക്കിംഗ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവാറില്ല. നോക്കട്ടെ. ബിരിയാണി റെഡിയായി. ചായ ഉണ്ട് കുടിക്കാൻ. അമ്മാമ്മയുടെ ചായ. ഫിലിം മേക്കേഴ്സിന്റെ കഴിവ് കാണണമെങ്കിൽ ഇമാതിരി സിനിമ എന്നെ കാണണം. സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്ത് അത്യാവശ്യം വെയിലും ഉണ്ട്, വെട്ടവും ഉണ്ട്. കുക്കിംഗ് ഈസ് ഓൺ ദ വേ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള കിച്ചനാണ് എന്റെ അമ്മാമ്മയുടെ വീട്ടിലെ കിച്ചൻ. കണ്ടോ, ചിറ്റയും അമ്മയും പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്നതിന്റെ തിരക്കില. ഇവിടെ വന്നാ പുറത്തിറങ്ങണം, കാഴ്ചകൾ കാണണം, അത് പതിവാ. മനോഹാരിതയുടെയും വിസ്മയത്തിന്റെയും ഒരു പ്രതീകമാണ് എന്റെ അമ്മയുടെയും അമ്മാമ്മയുടെയും ഈ വീട്. കാഴ്ചകളേറെയുണ്ട്. ഒരു തൂവൽ സ്പർശം പോലെ. മാനമെങ്ങും മനോഹരം എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിടാൻ വഴിയില്ല, കാരണം ഞാനാ അതുണ്ടാക്കിയത്. എന്നാൽ നിങ്ങളിതൊന്ന് കണ്ടു നോക്കി. മനോഹരമല്ലേ? നല്ല കാറ്റുണ്ട്, ഒപ്പം മഴക്കോളും. എന്നാൽ നല്ല വെയിലും ഉണ്ട്. എന്ത് കാലാവസ്ഥയാണ് ദൈവമേ. ഇവിടത്തെ ചെടികളൊക്കെ കണ്ടിട്ടുണ്ടോ? കാണേണ്ടതാ. കിളികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്. ഇനി നിങ്ങൾ എന്റെ വീട്ടിലെ ഈ ലാവണ്യ ദൃശ്യോത്സവം ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ വരുമ്പോഴാണ് ഞാൻ എന്റെ മലയാളം ടീച്ചറിനെ ഓർക്കുന്നത്. എന്താണെന്നല്ലേ, എന്റെ മലയാളം ടീച്ചർ പഠിപ്പിക്കാറുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാറുണ്ട്. റെക്സ് ഡ്യൂട്ടിയിലാണ്. ആളെന്നെ കണ്ടിട്ടില്ല. കണ്ടാ കുഴയ്ക്കുന്നത് ഉറപ്പാ. ഇനി വീടിന്റെ പിറകിലേക്കൊന്ന് ഇറങ്ങാം. എണ്ണയാൽ തീരാത്ത പഴവർഗ്ഗങ്ങളാ ഇവിടെ ഉള്ളത്. ഉഷാറായി. പൊടിപടലങ്ങൾ ഇല്ലാത്ത വായു ശ്വസിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. സ്വസ്ഥതയുടെ ഒരു അന്തരീക്ഷം ആസ്വദിക്കുന്നതിന്റെ തിരക്കിലാ ഞാൻ. സമാധാനം, സന്തോഷം. ഇവിടെ നിന്ന് വീടിനെ കാണാൻ വളരെ മനോഹരമാണ്. നിങ്ങളൊന്ന് കണ്ടേ. ഈ കാണുന്ന 2 മുളകളിലും കിളിക്കൂടുകളുമുണ്ട്, കിളികളുമുണ്ട്. അവ കൂടുകൂട്ടുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. എങ്ങും തെളിഞ്ഞു നിൽക്കുന്ന ആകാശം, സമാധാനം, സന്തോഷം നൽകുന്ന കാഴ്ചകളാ ഇവിടെ ഏറെയുള്ളത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് കാഴ്ചകൾ ഒരുപാട്. വിഷമില്ലാത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കാനായി ഇവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടില്ലേ അവന്റെ സന്തോഷം? മുള്ളുകളേറെയുള്ള മുള്ളാത്തിയുടെ ചെടിയാണിത്. ഇലകളിൽ അങ്ങായിട്ട് പുഴുക്കൾ കടിച്ച പാടുണ്ട്. കൂടെ ഉറുമ്പുകളും ഉണ്ട് കേട്ടോ. വെയില് കൊണ്ടുള്ള എന്റെ ഇരിപ്പ പ്രയാസം തന്നെ. ഇതൊക്കെ അങ്കിളിന്റെ കലാവിരുന്നുകളാണ് കേട്ടോ. ഇനിയും ഇതൊന്നും കാണാത്തവർ കാണട്ടെ. ഇവയിൽ നിന്ന് ചിത്രശലഭങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതം. മരത്തണലിൽ ഞാനും അനിയനുമൊത്ത് ഒരു സംഭാഷണം. അവൻ അറിയാത്ത കാര്യങ്ങൾ അവൻ എന്നോടാണ് ചോദിക്കാറ്. ഞാനത് അറിയുന്ന വിധം പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അവൻ അതൊക്കെ അത്ഭുതമാണ്. എന്റെ അടുത്ത് ഇരിക്കുന്നോ എന്നാണ് ഞാൻ അവനോട് ചോദിക്കുന്നത്. പേടിപ്പിക്കുവാണ് ഞാൻ ഓരോന്നും പറഞ്ഞ്. ഇനി ഇവിടെ ഇരുന്നാൽ പുഴു പണിയേരും. അങ്ങ് പോയേക്കാം. പ്രകൃതിയുടെ ഓരോ വികൃതികളെ കാണേണ്ടത് തന്നെ. അതെ, ഞാനല്പം വെള്ളം കുടിച്ചിട്ട് വരാം. ബാക്കിയൊക്കെ അങ്കിൾ സംസാരിക്കും. ഞങ്ങൾക്ക് റബ്ബറാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അപ്പയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നത് കൂടുതൽ ഇഷ്ടമാണ്. അവരവിടെ ഇരിക്കുന്നതും നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നത്. ചാടിയും ഓടിയും ഒക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്കും. 2 പേരും നന്നായി കളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായി തളർന്നിട്ടുമുണ്ട്. ഞാൻ അല്പസമയം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്. ഈ കാണുന്ന ഞങ്ങളുടെ കൊക്കോ മരമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നന്നായി കാച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും പതിവ് തെറ്റിച്ചിട്ടില്ല. കാകളുണ്ട് ഒരുപാട്. ഇവിടെ നിൽക്കുമ്പോൾ തണുത്ത കാറ്റും തണലും ഒരുപോലെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളും ചിന്തകളും ബാക്കി വെച്ച് ഞങ്ങൾ പോവാണ്, ഒപ്പം ഞാനും. ചുറ്റുപാടെല്ലാം കണ്ടു കഴിഞ്ഞു. വിശക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അല്പം ഫ്രൈ എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കഴിക്കുവാണ്. എന്റെ മനോഹരമായി ഈ ദിവസം കഴിഞ്ഞു. ബൈ.